കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ ബികോം BBA വിദ്യാർത്ഥികൾക്ക് ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ് എന്ന് പറയുന്ന പേപ്പറിലെ സീക്വൻസ് സീരീസ് ആൻഡ് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ 2020 20ാമത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 3 numbers are in ascending order in geometric progression such that their product is 729. Find the middle numbers. Okay. ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് 3 നമ്പേഴ്സ് അസെൻഡിങ് ഓർഡറിൽ എന്ത് ചെയ്യുന്നു, ജിയോമെട്രിക് പ്രോഗ്രഷനിലാണ് എന്നാണ് പറയുന്നത്. ഇപ്പൊ 3 നമ്പർ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് മിഡിൽ നമ്പറിന് എ എന്ന് എടുക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്പറിന് എന്ത് കൊടുക്കാം, A/R എന്ന് കൊടുക്കാം. ഓക്കെ, തേർഡ് നമ്പറിന് നമുക്ക് എന്ത് കൊടുക്കാം, AR എന്നും കൊടുക്കുന്നു. ഓക്കെ, ഇപ്പൊ ഇവിടെ ഇതാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഇപ്പൊ ഇത് നമ്മളെ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്, ഇതിന്റെ പ്രൊഡക്റ്റ് എന്നാണ്. ഇതിന്റെ പ്രൊഡക്റ്റ് 729 ആണ് എന്നാണ് പറയുന്നത്. പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ A/R ഇൻറ്റു A ഇൻറ്റു AR ഈസ് ഈക്വൽ ടു എന്താണ്, 729 ആണ് എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, ഇപ്പൊ ഇവിടെ ജസ്റ്റ് നിങ്ങൾ നോക്കുക, ഈ ആറും വെട്ടിപ്പോവും. ഇപ്പൊ എങ്ങനെ വരും, A ഇൻറ്റു A ഇൻറ്റു A എന്ന് പറഞ്ഞാൽ എന്ത് വരും, A⁻3 is equal to 729 എന്ന് കിട്ടും. ഓക്കെ, A⁻3 is equal to 729 എന്ന് കിട്ടും. അങ്ങനെയാകുമ്പോൾ നമുക്ക് എയുടെ വാല്യൂ എന്ത് കിട്ടും, ഇവിടെ 3√729 എന്ന് കിട്ടും. എയുടെ വാല്യൂ എങ്ങനെ വരും, 9 എന്ന് കിട്ടും. അതായത് 9 കണ്ടാലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 729 കിട്ടുന്നത്. ഓക്കെ, അപ്പോ A is equal to എന്താണ്, 9 ആണെന്ന് കിട്ടും. നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ള എന്താണ്, മിഡിൽ നമ്പർ കാണാനാണ്. അപ്പൊ മിഡിൽ നമ്പർ എന്നുള്ളത് നമ്മൾ എടുത്തിട്ടുള്ളത് A ആണ്. അപ്പൊ മിഡിൽ നമ്പർ ഈസ് ഈക്വൽ ടു എന്താണ്, മിഡിൽ നമ്പർ ഈസ് ഈക്വൽ ടു 9 ആണെന്ന് കിട്ടും. ഓക്കെ, ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ, പക്ഷെങ്കിൽ ആദ്യം നമ്മൾ ഈ ഒരു രൂപത്തിൽ കൊടുത്തുകൊണ്ട് ചെയ്ത് നോക്കണം. അതായത് ലെറ്റേഴ്സ് കൊണ്ട് കൊടുത്തതിന് ശേഷം വർക്ക്ഔട്ട് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തത് 2021 ചോദിച്ച 9ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Find the 10th term of the series 11, 15, 19, 23. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ സീരീസ് AP ആണോ GP ആണോ, അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണോ ജിയോമെട്രിക് പ്രോഗ്രഷൻ ആണോ നോക്കണം. ഇവിടെ ഒന്നാമത്തേത് 11 ആണ്, രണ്ടാമത്തെ എന്താണ് 15 ആണ്. അപ്പൊ ഇവിടെ 4 കൂട്ടിയിട്ടാണ് 15 വരുന്നത്. 15 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് 19 വരുന്നത് 4 കൂട്ടിയിട്ടാണ്. അപ്പൊ ഇത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ്. ഫസ്റ്റ് ടേം A is equal to 11 ആണ്, D is equal to 15 minus 11 that is equal to 4 എന്ന് കിട്ടും. നമുക്ക് ഇവിടെ കാണേണ്ടത് എന്താണ്, n എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ 10th ടേം ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. A+n-1 ഇൻറ്റു D എന്നുള്ളതാണ് nth ടേം കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ നമ്മൾ പഠിച്ചത്. അതായത് ഇവിടെ A10 ഈസ് ഈക്വൽ ടു എങ്ങനെ വരും, 11 പ്ലസ് n എന്ന് പറയുന്നത് എത്രയാണ്, 10 ആണ്, -1 ഇൻറ്റു D എന്ന് പറയുന്നത് എത്രയാണ്, ഇവിടെ 4 ആണ്. ഓക്കെ, അതായത് 11 പ്ലസ് 10 - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ഇൻറ്റു 4 എന്ന് വരും. ഓക്കെ, അതായത് 11 പ്ലസ് എന്ത് വരും, 36 എന്ന് വരും. അപ്പൊ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ആൻസർ എന്ത് കിട്ടും, 47 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അപ്പൊ ഈ ഒരു സീക്വൻസ് സീരീസ് ആൻഡ് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എല്ലാ ക്ലാസ്സുകളുടെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ജസ്റ്റ് എല്ലാം വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ.